ഇക്കഴിഞ്ഞ 4-ാം തീയതി പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽപ്പെടുകയും ഏതാണ്ട് 300 അടി താഴ്ചയിലേക്ക് പതിക്കാനൊരുങ്ങുകയും ചെയ്തു. ഏതാണ്ട് 17 യാത്രക്കാർക്ക് പരിക്കേറ്റു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ഇത് ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചയായി. എയർ ഇന്ത്യ പോലെ ഒരു സംവിധാനത്തിന് എന്താണ് ഇങ്ങനെ അപകടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തകരാറുകളൊക്കെ തന്നെ വരുന്നത്? വിമാനം ആകാശ ചുഴിയിൽ പെട്ടുപോയതാണ്. അതുപോലെ പൈലറ്റ് അനധികൃതമായി എന്തോ മരുന്ന് കഴിച്ചിരുന്നു തുടങ്ങിയ വാർത്തകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്നാൽ ഇതൊന്നുമല്ല, വിമാനത്തിന്റെ സാങ്കേതിക തകരാർ തന്നെയാണ് ഈ ഒരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം എന്ന് തന്നെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ വിമാന കമ്പനികൾ, എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ പല രീതിയിൽ സാങ്കേതിക തകരാറൊക്കെ തന്നെ വിമാനങ്ങൾക്ക് ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ പരിഹരിക്കുന്നില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. കൂടുതൽ ജാഗ്രതയോടെ, കാരണം നൂറുകണക്കിന് ആളുകളെയും വഹിച്ചുകൊണ്ട് ആകാശത്തുകൂടി സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിടത്ത് നിർത്താൻ പോലും പറ്റില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. മാത്രമല്ല, ആ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ വിമാനം വീഴുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള യാത്രക്കാരൊക്കെ തന്നെ ഒന്നൊഴിയാതെ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. DGCA ഈ വിഷയത്തിൽ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായവും ഇപ്പോൾ വരികയാണ്. വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. ആകാശച്ചുഴിയിൽ അകപ്പെട്ടതിനെ തുടർന്ന് വിമാനം സഞ്ചരിച്ചിരുന്ന ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് പതിച്ചതാണ് അപകട കാരണം എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കിയത്. യാത്രക്കിടെ സഞ്ചരിച്ചിരുന്ന ഉയരത്തിൽ നിന്ന് പെട്ടെന്ന് വിമാനം താഴ്ചയിലേക്ക് പതിച്ചതാണ് സംഭവത്തിന് കാരണം എന്ന് മണിക്കൂറുകൾക്കകം പുറത്തിറക്കിയ പ്രസ്താവനയിൽ എയർ ഇന്ത്യ അവകാശപ്പെട്ടിരുന്നു. ഒഡീഷയിലെ ജാർസുഗുഡയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് വിമാനത്തിന് ട്രിപ്പിൾ ഹൈഡ്രോളിക് സിസ്റ്റം തകരാർ സംഭവിച്ചതായി പൈലറ്റ് ഇൻ കമാൻഡ് മനസ്സിലാക്കിയത്. വിമാനത്തിന്റെ നിയന്ത്രണവും പൊതുവായ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ സിസ്റ്റമാണ്. ഫ്ലൈറ്റ് ക്യാപ്റ്റൻ ഉടൻ തന്നെ സഹ പൈലറ്റിനോട് വിമാനത്തിന്റെ മുൻഭാഗം താഴേക്ക് താഴ്ത്താൻ ആവശ്യപ്പെട്ടു. ഇത് വിമാനത്തെ 300 അടി താഴത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് വിമാനം താഴ്ന്നു പറന്നത് യാത്രക്കാർ ഇരിപ്പിടങ്ങളിൽ നിന്ന് തെറിച്ചു വീഴുന്നതിന് കാരണമായി. കോക്പിറ്റ് ക്രൂവിന്റെ ഈ വേഗത്തിലുള്ള നടപടിയാണ് ഈ മറ്റ് ജീവനക്കാരെയും അല്ലെങ്കിൽ മരണത്തിൽ നിന്ന്, അപകടത്തിൽ, വലിയ ദുരന്തത്തിൽ നിന്ന് വിമാനത്തെയും യാത്രക്കാരെയും രക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എയർബസ് A320 വിമാനത്തിന്റെ അടിഭാഗത്ത് 3 ഹൈഡ്രോളിക് റിസർവോയറുകൾ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവയിൽ നിന്ന് പുറപ്പെടുന്ന പൈപ്പുകളും സ്റ്റീൽ ട്യൂബുകളും സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ 3 സിസ്റ്റങ്ങളും പരാജയപ്പെടുന്നത് അപൂർവ സംഭവമാണെന്നും എയർ ഇന്ത്യ വിശദീകരിക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ കോക്പിറ്റ് ക്രൂ വിമാനത്തെ 800 അടി വരെ താഴേക്ക് കൊണ്ടുപോയേക്കാം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഇവർക്ക് ഈ സാങ്കേതിക കാര്യങ്ങളൊക്കെ തന്നെ എയർ ഇന്ത്യ ജനങ്ങളിൽ നിന്ന്, യാത്രക്കാരിൽ നിന്ന് പണം വാങ്ങിയാണ് ഈ സർവീസൊക്കെ തന്നെ ലോകമെമ്പാടും നടത്തുന്നത്. തീർച്ചയായിട്ടും ആ പണം വാങ്ങുന്ന യാത്രക്കാരുടെ ജീവൻ അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. എയർ ഇന്ത്യ എന്ന കമ്പനിയുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇതിൽ ഇങ്ങനെ ആ സിസ്റ്റം തകരാറിലായി, ഈ സിസ്റ്റം തകരാറിലായി എന്നൊന്നും ഒരു തരത്തിലും നിരുത്തരവാദപരമായി എയർ ഇന്ത്യക്ക് നല്ല ഒരു വിമാന കമ്പനിക്കും പറയാൻ സാധിക്കില്ല. ബസ്സോ കാറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളാണെങ്കിൽ, ഇനി ട്രെയിനാണെങ്കിൽ കൂടി ഒരു വിധത്തിലൊക്കെ ഏതെങ്കിലും രീതിയിൽ അത് നിർത്തിയിടാനും മറ്റു കാര്യങ്ങൾക്കും സാധിക്കും. വിമാനത്തിന് ഇത്തരം തകരാറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വിമാനം പുറപ്പെടുന്നതിന് മുൻപ് എല്ലാവിധ സാങ്കേതിക തകരാറുകളും എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാണ് പുറപ്പെടുക. ഒന്നല്ല, പലവട്ടം പരിശോധിച്ച ശേഷമാണ് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഈ പരിശോധനയിൽ ഈ ഒരു തകരാറ് എന്തുകൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത് ആകാശച്ചുഴിയിൽപ്പെട്ടതല്ല, ഇത് പ്രകൃതിയുടെ പ്രശ്നമല്ല, ഇത് വിമാനത്തിന്റെ, എയർ ഇന്ത്യ എയർബസ് A320 വിമാനത്തിന്റെ തകരാറായിരുന്നു, ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉണ്ടായ തകരാറായിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.